തൃശൂർ റെയിൽവേ പാർക്കിംഗിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അട്ടിമറി ശ്രമങ്ങൾ ഇല്ലെന്ന് പ്രാഥമിക വിലയിരുത്തൽ. തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. വാഹനം നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തീ പടർന്ന സ്ഥലത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഷെഡിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുമില്ല. സംഭവത്തിൽ അട്ടിമറിയില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. സ്ഥലത്ത് കൂടുതൽ ഫോറൻസിക് പരിശോധന നടത്താനായി മേൽക്കൂരയിലെ ഷീറ്റുകൾ മുറിച്ചുമാറ്റി കഴിഞ്ഞു. തീ കത്തി നശിച്ച വാഹനങ്ങൾ ഇനിയും നീക്കം ചെയ്തിട്ടില്ല. വാഹനം നഷ്ടപ്പെട്ട നിരവധി പേരാണ് ഇവിടെ വന്നുപോകുന്നത്. 250-ലധികം പേർ തൃശൂർ വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം ഉടൻ നീക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അതെ, വലിയ നഷ്ടമായിപ്പോയി. പുതിയ വണ്ടിയാണ്, 3 വർഷമായിട്ടുള്ളൂ. ജസ്റ്റ് അതിന്റെ അടവ് കഴിഞ്ഞിട്ടുള്ളൂ. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങറ്റാണ് വെച്ചത്. പക്ഷെ എനിക്കിപ്പോ ഇത് കത്തിയതുകൊണ്ട് കറക്റ്റായിട്ടൊരു ചിത്രം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് വന്ന് നോക്കാനാണ്. വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് തുടർ നടപടികൾ ചർച്ച ചെയ്യുകയാണ് വാഹനം നഷ്ടപ്പെട്ടവർ. അപകട സമയത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനായി DVR ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറി. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.